ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ഏകമായ പരമാത്മാവ് മാത്രമാണ് എന്ന ബോധം നമുക്കുണ്ടാകണമെങ്കിൽ ഞാൻ എൻ്റെ എന്ന സ്വാർത്ഥ ബുദ്ധി ഇല്ലാതെയാക്കണം. ഈ സ്വാർത്ഥ ബുദ്ധി വളരുന്ന കാലം അത്രയും നമുക്ക് ഒന്നാണെന്ന തോന്നൽ ഉണ്ടാവുകയില്ല. അതിനാൽ സ്വാർത്ഥത ഒഴിവാക്കിയാൽ മാത്രമേ എല്ലാത്തിനെയും ഒരേപോലെ കാണാനുള്ള കഴിവ് നമുക്കുണ്ടാവുകയുള്ളൂ. സ്വാർത്ഥത ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഒന്നെന്ന തോന്നൽ മനസ്സിൽ പതിയുള്ളൂ. ഉന്നത സ്ഥാനത്തിലെത്തണമെങ്കിലോ കഠിനമായ അധ്വാനം തന്നെ നാം ചെയ്യണം. തീർച്ചയായിട്ടും എത്ര കണ്ട് നാം ഉയർച്ചയിൽ എത്തുന്നുവോ അത്ര കണ്ട് അതിൻ്റെ പിന്നിൽ പരിശ്രമം കൂടിയേ കഴിയൂ. അപ്പോൾ ഉന്നതമായ അവസ്ഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ കൈവരിക്കണമെങ്കിൽ അതിന് നാം കഠിനമായ ശ്രമം കൂടിയേ കഴിയൂ. ആത്മീയമായ ഔന്നത്യത്തിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം സ്വാധീനമാക്കേണ്ടിയിരിക്കുന്നു. മനസ്സ് സ്വാധീനമാക്കണമെങ്കിൽ അതിനു വേണ്ട അനുഷ്ഠാനം നാം ചെയ്യുക തന്നെ വേണം. ആ അനുഷ്ഠാനത്തിലൂടെയാണ് നാം ആ പരമസത്യത്തെ ബോധിക്കുക. ഇഷ്ടപ്പെട്ട പലതും നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് കഷ്ടത തോന്നുകയും ആ പരമസത്യം ബോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടാത്തതിനെ കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ പലതും നാം നഷ്ടപ്പെടുത്തിയേ പറ്റും. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ അനിത്യങ്ങളായ പദാർത്ഥങ്ങളെയൊക്കെ എനിക്ക് വേണമെന്ന് വെച്ചാൽ അവയിൽ നിത്യദുഃഖം ഒളിഞ്ഞിരിക്കുന്നു. കാരണം അവയുടെ നാശം സുനിശ്ചിതമാണ്. നമ്മുടെ മനസ്സ് അതിൽ ചെന്ന് പടർന്നു കഴിയുമ്പോഴേക്കും ആ വസ്തു നാശോന്മുഖമായി തീരുമ്പോൾ നിരാലംബമായി തീരില്ലേ നമ്മുടെ മനസ്സ്? മനസ്സെപ്പോഴും ഒരു വള്ളി പോലെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ പടരുന്നത് പോലെയാണ് മനസ്സ്. മനസ്സിന് എന്തെങ്കിലും ഒരു വിഷയം കൂടിയേ കഴിയൂ. അതിനെ ചുറ്റിപ്പറ്റി വളരുന്നു. അത് വളരുന്തോറും ആ വസ്തു നഷ്ടപ്പെടുമ്പോൾ മനസ്സ് നമുക്ക് ദുഃഖമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ അതേ മനസ്സ് തന്നെ ശാശ്വതമായ പരമാനന്ദത്തിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ എന്നെന്നും നമുക്ക് സുരക്ഷയും സന്തോഷവും അനുഭവമായി തീരും. അതിന് മനസ്സിനെ വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ താണ്ടാം ഈ സംസാരക്കടലേ വേഗം ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആനന്ദമാകുന്ന കടലിൻ്റെ മധ്യത്തിൽ നമുക്ക് ആണ്ടുപോകണമെങ്കിൽ നാം വേണ്ടാത്ത വഴിക്ക് പോകുന്ന മനസ്സിനെ വേണ്ട വഴിയിലേക്ക് തിരിച്ചു വിടുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനാൽ സ്വാർത്ഥതയില്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഒന്നെന്ന തോന്നൽ മനസ്സിൽ പതിയുള്ളൂ. ഉന്നത സ്ഥാനത്തിലെത്തണമെങ്കിലോ കഠിനമായ അധ്വാനം തന്നെ നാം ചെയ്യണം. കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഉന്നത സ്ഥാനത്ത് എത്തിയവരെല്ലാം അവിടെ വെറുതെ എത്തിയതല്ല. അതുപോലെ ഒരു മഹാത്മാവായി ആരും ജനിക്കുന്നില്ല, സാധാരണക്കാരായി ജനിക്കുന്നു. പക്ഷെ അവരുടെ ജീവിതമാണ് അവരെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നത്. അതിനാൽ ഇത്തരം സുഭാഷിതങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ സ്വഭാവമാക്കി തീർക്കേണ്ടതാണ്. സ്വാർത്ഥതയില്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഒന്നെന്ന തോന്നൽ മനസ്സിൽ പതിയുള്ളൂ. ഉന്നത സ്ഥാനത്തിലെത്തണമെങ്കിലോ
കഠിനമായ അധ്വാനം തന്നെ നാം ചെയ്യണം.